ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ഒരു മുന്നറിയിപ്പുമില്ലാതെ, ഒരു മഴ പോലെ. ആദ്യം അവർ ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും, പക്ഷെ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ അവർ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി മാറും. സം പീപ്പിൾ ആർ നോൺ വിത്ത് ടു ബി ഫൗണ്ട്. ദേ ആർ വിൻഡർ ജസ്റ്റ് ലൈക്ക് റെയിൻ. ഇങ്ങനെയാണ് അവൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത്. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? പുറത്ത് നല്ല മഴയാ. അതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ട് പോകുന്നത്. നിനക്ക് വട്ടാണോ? നീ നേർച്ച വല്ലതും ഇട്ടിട്ടുണ്ടോ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോയി മഴ നനയാന്ന്? ഒരു തേപ്പ് കിട്ടിയാലും മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവും. ഒന്നും രണ്ടും അല്ല, 4 വർഷത്തോടെ ഞാൻ അവളെ ജീവന തുല്യം സ്നേഹിച്ചത്. ഒറ്റ നിമിഷം കൊണ്ട് അവളെല്ലാം കളഞ്ഞിട്ട് പോയില്ലേ. എനിക്കറിയില്ല, മഴ കാണുമ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ്. അങ്ങനെയെങ്കിലും ഞാനൊന്ന് സന്തോഷിക്കട്ടെ. നീ പോയിട്ട് വാ. എന്തിനാ താനിങ്ങനെ മഴ നനയുന്നത്? താനാരാ? എന്നെ ഇയാൾക്ക് അറിയാൻ വഴിയൊന്നുമില്ല. മഴ നനയുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പോരുന്നോ? ഒന്ന് നടന്നിട്ടൊക്കെ വരാം. നമുക്കെന്നാല് അവിടെ ഇരുന്നാലോ? താനെന്തിനാ എന്നോട് വന്ന് മിണ്ടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എന്തിനാ എൻ്റെ കൂടെ വന്നത്? താൻ വിളിച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോ ആര് വിളിച്ചാലും നീ അവരുടെ കൂടെ അങ്ങ് പോകൂ? ഏയ്, അങ്ങനല്ല. നീ വന്ന് വിളിച്ചപ്പോ വരാൻ തോന്നി. എങ്കിലും ഞാൻ ഇനിയും വിളിക്കാം, അപ്പോഴും വന്നാ മതി. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ നീ ഓക്കെ അല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ വന്ന് മിണ്ടിയതും പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. ഒന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ ലൈഫിൽ പകുതി പ്രശ്നങ്ങളും തീരും. നിനക്ക് വേണേൽ എന്നോടെല്ലാം പറയാം. എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു 4 വർഷമായിട്ട്. അവൾക്ക് വേണ്ടി ഞാൻ എല്ലാവരെയും കളഞ്ഞു. പക്ഷേ അവള് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് പിടിച്ചു നിർത്തുന്നവരെല്ലാവരും പോകും. ബട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചിലരാകും നമ്മുടെ കൂടെ കാണുന്നത്. മേ ബി നഷ്ടപ്പെട്ടതിനേക്കാൾ മനോഹരമായത് നിന്റെ ലൈഫിൽ വരാൻ വേണ്ടിയാകും ചിലതൊക്കെ നഷ്ടപ്പെടുന്നത്. നീ ഒന്ന് ചുറ്റിനും നോക്കിക്കേ, ഫുൾ ഇരുട്ടായി. നമ്മൾ എപ്പോൾ സംസാരം തുടങ്ങിയതാ? ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ ആരോട് ഓപ്പണായിട്ട് സംസാരിച്ചിട്ടില്ല. ഐ ഫീൽ കംഫർട്ട്. നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ഐ ഓൾവേസ് ഹിയർ ടു ലിസൺ യു. നിന്നോട് സംസാരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നത് പോലുമില്ല. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വീട്ടിലോട്ട് പോണ്ടേ? ടൈം ഓവറായി. ഞാൻ ആ കാര്യം മറന്നുപോയി. അപ്പോ ശരി, നാളെ കാണാം. നാളെ നിനക്ക് കാണണമെന്നുണ്ടല്ലേ? അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നാളെ കാണാമല്ലോ. ഇതാ എൻ്റെ നമ്പർ, പറ്റുമ്പോ ഒക്കെ വിളിക്കുക. ഓക്കെ, അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ദൈവമേ, 20 മിസ് കോളോ? ആ നാറി ഇന്ന് എന്നെ കൊല്ലും. എന്തു വേണം? എടാ, ഞാൻ കുറച്ച് തിരക്കായിപ്പോയി, അതാ വൈകിയത്. നിന്റെ കയ്യിൽ കുരുവാണോ? നിനക്കൊന്ന് ഫോണ് നോക്കിയാലെന്താ? ഞാൻ എത്ര വട്ടം വിളിച്ചു. എടാ, ഫോണ് സൈലന്റ് ആയിരുന്നു. ഇത്ര നേരം എവിടെ ആയിരുന്നു? അത് പാർക്കിൽ. ഈ പാതിരാത്രിയിൽ തനിയെ നീ പാർക്കിൽ പോയോ? ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന കാര്യങ്ങൾ വല്ലതും പറ. എടാ, ശരിക്കും ഞാൻ പാർക്കിൽ തന്നെയാണ് പോയത്. ബട്ട് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അതാരാ? എടാ, അവനെ ഞാനിന്ന് വഴിയിൽ വെച്ച് കണ്ടതാണ്. ബട്ട് സംസാരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയായി.
ഒരു ദിവസം കൊണ്ട് കമ്പനിയായോ? അല്ല, അവന്റെ പേരെന്താ? അത് പേരെനിക്കറിയില്ല. പേര് പോലും അറിയാത്ത ഒരാളോടാണോ നീ നിന്റെ ചരിത്രം ഫുള്ള് വിളമ്പിയിട്ട് വന്നത്? നിനക്കറിയാലോ ഞാൻ അങ്ങനെ ആരോടും കമ്പനി ആവില്ല എന്നോ. എനിക്കൊരു കംഫോർട്ട് തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ഹീസ് മൈ കംഫോർട്ട് സോൺ. ശരി ശരി, നാളെ എന്തായാലും നീ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. ഞാൻ നോക്കട്ടെ നിന്റെ കംഫോർട്ട് സോണിനെ. ഇന്നും നല്ല മഴയാണല്ലോ. ഐ ലവ് ദിസ് ക്ലൈമറ്റ്. അതെനിക്കൊന്ന് മനസ്സിലായി. അതെന്താ മഴയോട് ഇത്രയും വലിയ പ്രണയം? സംടൈംസ് റെയിൻ ഈസ് നോട്ട് ജസ്റ്റ് എ ക്ലൈമറ്റ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്ലെസ്സിങ്. ഉണങ്ങിയ ഭൂമിക്ക് ആകാശം അയക്കുന്ന ഒരു അനുഗ്രഹമാണ് മഴ. അതുപോലെ നമ്മുടെ ഏറ്റവും മോശം സിറ്റുവേഷനിൽ നമ്മളെ തേടി ഒരാൾ വരും, ജസ്റ്റ് ലൈക്ക് റെയിൻ. എന്നിട്ട് അങ്ങനെ ആരെങ്കിലും വന്നോ? ഇതുവരെ അങ്ങനെ ആരും വന്നിട്ടില്ലായിരുന്നു. ബട്ട് ഐ ഫീൽസ് ലൈക്ക് യു ആർ ദാറ്റ് പേഴ്സൺ. നിന്റെ കണ്ണ് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് സംതിങ് സ്പെഷ്യൽ ഇൻ യുവർ ഐസ്. ഐ എം ലുക്ക. എന്ത്? അല്ല, നമ്മൾ ഇന്നലെ പരിചയപ്പെടാൻ മറന്നുപോയി. ഞാൻ ലൂക്ക. ഓ, അതിനെന്തിനാ നീ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ഐ എം ജോ. ഏയ്, എനിക്ക് ടെൻഷനൊന്നുമില്ല. നമുക്കെന്നാല് വീട്ടിലോട്ട് പോയാലോ? ആരവ് അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഹായ് ജോ, ഐ എം ആരവ്. ആരവിന് എന്നെ എങ്ങനെ പരിചയം? അത് കൊള്ളാം, ഇവനിവിടെ വാ തുറന്നാലേ നിന്നെ പറ്റിയാ സംസാരിക്കുന്നത്. നിങ്ങൾ എന്നാലും റൂമിലോട്ട് പൊക്കോ, ഞാനിങ്ങോട്ട് വന്നോളാം. വീടൊക്കെ തന്നെ പോലെ നൈസാണല്ലോ. അല്ല, ഇതെന്താ ഡയറി ആണോ? അത് വായിക്കരുത്. അതെന്റെ സീക്രട്ട് ഡയറിയാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ അതിൽ എഴുതാറുള്ളൂ. എനിക്കെന്തെങ്കിലും ഇത് വായിക്കാൻ പറ്റുമോ? മേ ബി യെസ്. മോനെന്നവിടെ നിന്നേ. സത്യം പറഞ്ഞു, നിനക്ക് അവനോട് പ്രേമം വല്ലതുമാണോ? അവനില്ലാണ്ട് പറ്റാത്ത പോലെയാണല്ലോ നിനക്കിപ്പോ. എടാ, അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല. ഇത് തന്നെയാ ഞാനും പറഞ്ഞത്. നിനക്ക് അവനോട് പ്രേമോ? ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനെന്നാലും കിടക്കാൻ പോവാ. ആരവ് പറഞ്ഞാലും കാര്യമുണ്ട്. എനിക്കിപ്പോൾ ജോ ഇല്ലാണ്ട് ഒരു ദിവസം പോലും പറ്റുന്നില്ല. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫീലിംഗ്. ഡിയർ ജോ, എനിക്കിതെന്തൊക്കെയോ ദൈവമേ പറ്റുന്നത്. അവൻ്റെ ഫേസ് എൻ്റെ മൈൻഡിൽ നിന്ന് പോകുന്നില്ലല്ലോ. അവനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? ഞാൻ അവനെ ഓർക്കുന്നത് പോലെ അവൻ ഓർക്കുന്നുണ്ടാവോ? ആലോചിച്ചിട്ട് വട്ടുപിടിക്കുന്നു. നാളെ തന്നെ അവനോടെല്ലാം തുറന്നു പറയണം. ഹലോ ആൻറ്റി. ആ ഓക്കെ, ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം. നീ എന്താടാ എന്തോ നഷ്ടപ്പെട്ട പോലെ ഇരിക്കുന്നേ? ജോ ഇന്ന് വന്നില്ലേ? അവൻ നാട്ടിലേക്ക് പോയി. ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. നാട്ടിലേക്കോ? അതെന്താ ഇത്ര പെട്ടെന്ന് പോവാൻ കാരണം? അറിയില്ല, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. നീ അവനെ വിളിച്ചു നോക്കിയില്ലേ? ഞാൻ വിളിച്ചതാ, ബട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒരാഴ്ച കഴിഞ്ഞ് അവനിങ്ങ് വരുമല്ലോ. നീ എന്തായാലും ഓക്കെ ആയിട്ടിരിക്കുക. ഒരാഴ്ച പെട്ടെന്ന് പോകും. ജോ, ഐ എം മിസ്സിങ് യു ബാഡ്ലി. ഐ എം ക്രാവിങ് ഫോർ യുവർ പ്രസൻസ്. നീ അടുത്തില്ലാതിരിക്കുമ്പോൾ നിന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടുന്നതേ ഉള്ളൂ. നീ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് പറ്റുന്നില്ല. ഇതിനെയാണ് ലവ് എന്ന് പറയുന്നതെങ്കിൽ യെസ്, ഐ എം ഇൻ മാഡ്ലി ലവ് വിത്ത് യു. ഐ ലവ് യു മോർ ദാൻ എനിത്തിങ്. ജോ, നീ ഇതെവിടെയായിരുന്നു? എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായി. ആൻറ്റി വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ലൂക്ക എവിടെ? അവൻ ഇതുവരെ എണീറ്റിട്ടില്ല. നിന്റെ അബ്സെൻസ് അവനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോ ലേറ്റായിട്ടൊക്കെയാ ഉറങ്ങുന്നത്. എങ്കിൽ ഞാൻ അവനെ കണ്ടിട്ട് വരാം. പാവം, ഉറങ്ങട്ടെ. രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞെന്ന് തോന്നുന്നു. ടു മൈ ജോ, ഒരു മഴ പോലെ നീ എൻ്റെ ലൈഫിലേക്ക് വന്നു. എനിക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ നൽകി. യു ആർ എവറിത്തിങ് ടു മീ. ഐ ലവ് യു ഫോർ എവർ. ഐ ലവ് യു മോർ. ജോ, നീയോ? നീ ഇത് എവിടായിരുന്നു? എനിക്ക് നിന്നെ നല്ലപോലെ മിസ് ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഡു യു ലവ് മീ? അത് നീ എൻ്റെ ഡയറി വായിച്ചല്ലേ? പറയൂ ലുക്ക, നിനക്കെന്നെ ഇഷ്ടമാണോ? ജോ, എനിക്ക് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. യു ആർ എവറിത്തിങ് ടു മീ. നീ ഇല്ലാണ്ടിരുന്നപ്പോൾ ഞാനെങ്ങനെ... ജോ, ഐ ലവ് യു മോർ. Joe, love you, baby.